മീൻകറി ഇല്ലാതെ ചോറിറങ്ങില്ല. 4 മണിക്ക് കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയെടുക്കും. വൈകുന്നേരം പൊറോട്ടയും ചിക്കനും നിർബന്ധം. തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ കുഴഞ്ഞു വീഴൽ നാടകവും. കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ അക്ഷരാർത്ഥത്തിൽ പോലീസിനെ കുഴപ്പിക്കുകയാണ്. അഫാൻ പാങ്ങോട് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും പറഞ്ഞു. തുടർന്ന് അഫാന്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് ഗതിയില്ലാതെ വാങ്ങി നൽകി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി വേണമെന്നും അഫാൻ ആവശ്യപ്പെട്ടിരുന്നു. ആഹാരം കഴിക്കാൻ മീൻകറി ഇല്ലേ എന്നാണ് പോലീസിനോട് പ്രതി അഫാൻ ചോദിച്ചത്. ഊണ് കഴിക്കാൻ താല്പര്യം കാണിക്കാതിരുന്ന അഫാൻ മീൻകറി ഇല്ലേ എന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു പോലീസിന്റെ മറുപടി. അതേസമയം അഫാന്റെ രക്തപരിശോധനയിൽ മദ്യത്തിന്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ അംശം കണ്ടെത്താനും സാധിച്ചില്ല. കഴിച്ച മദ്യത്തിന്റെ അളവ് കുറവായതിനാലാണ് ഇതെന്നാണ് വിശദീകരണം. അതേസമയം എലിവിഷത്തിന്റെ അംശം കൂടിയ അളവിൽ ഉണ്ടായിരുന്നുവെന്നും പരിശോധനാ ഫലത്തിലുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം അഫാൻ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു. കല്ലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇയാളെ പ്രവേശിപ്പിച്ചിരുന്നത്. കസേരയിൽ ഇരിക്കുകയായിരുന്ന അഫാൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ പക്ഷേ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു. തെളിവെടുപ്പ് നടത്താതിരിക്കാൻ അഫാൻ മനഃപൂർവ്വം വീണതായിരിക്കാമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഈ സമയമൊക്കെയും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് കാവലിനുണ്ടായിരുന്ന പോലീസുകാരാണ്. ബാത്റൂമിൽ പോയ സമയത്ത് വിലങ്ങഴിച്ച നിമിഷ നേരം കൊണ്ടാണ് അഫാൻ ഇങ്ങനെ ഒരു കുഴഞ്ഞു വീഴൽ നാടകം കളിച്ചത്. ആശുപത്രിയിൽ നിന്ന് അഫാനെ സ്റ്റേഷനിലെത്തിച്ച ഉടൻ കൂടെയുണ്ടായിരുന്ന പോലീസുകാരനും അപസ്മാര ബാധയുണ്ടായി വീണുപോയി. ഉടൻ തന്നെ ഇദ്ദേഹത്തെ കല്ലറ ആശുപത്രിയിലേക്ക് മാറ്റി. ECGയിൽ വ്യത്യാസം കണ്ടതോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാത്രി കിടക്കുന്നതിന് വേണ്ടി പേപ്പറുകൾ നൽകിയിരുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസത്തെ പത്രവും ഉണ്ടായിരുന്നു. ലഭിച്ച പത്രം മുഴുവൻ അഫാൻ വായിച്ചു തീർത്തു. തുടർന്ന് പത്രം പോലീസ് തിരികെ വാങ്ങി. തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ചു നൽകി. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയത് മാല ചോദിച്ചിട്ട് തരാത്തതിനാലാണ് എന്നും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കുറ്റസമ്മതം നടത്തിയിരുന്നു. കുഴിയിൽ കാലും നീട്ടിയിരിക്കുന്ന കിളവി മാല ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ട് കൊന്നതെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും കൊണ്ടു നടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റിക വാങ്ങിയതെന്നുമാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപ്പെടുത്തുന്ന രീതിയും മറ്റും ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടില്ലെന്ന് മൊബൈൽ പരിശോധനയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് കൊലപ്പെടുത്താൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചത്. അമ്മ ഷമി സഹോദരിയുടെ കയ്യിൽ നിന്ന് 30 പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു. അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു. അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമായിരുന്നു. അതിനൊരു മാർഗവുമില്ല. ഇതിനു പുറമെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയെന്നും പ്രതി അഫാൻ തെളിവെടുപ്പിനിടെ മൊഴി നൽകി. ദിവസവും പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാരിൽ നിന്നാണ് കൂടുതൽ പണവും വാങ്ങിയതെന്നും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട്. അഫാൻ 2 ലക്ഷത്തിന്റെ ബൈക്കും പിന്നീട് കാറും വാങ്ങിയതോടെയാണ് കടം നൽകിയവർ സമ്മർദ്ദം ചെലുത്തിയത്. സുഹൃത്ത് ഫർസാനയിൽ നിന്ന് വാങ്ങിയ മാല ഫർസാനയും തിരികെ ചോദിച്ചിരുന്നു. പിതാവ് അറിയാതെയാണ് ഫർസാന അഫാന് മാല കൈമാറിയത്. പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയത്. അഫാൻ പറഞ്ഞ 70 ലക്ഷത്തിന്റെ കടം അന്വേഷണ സംഘവും ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഫാന്റെയും ഷമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഷമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് വിവരം. എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും ഇതേവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ അഫാന്റെ പിതാവ് കുറച്ച് പണം നാട്ടിലേക്ക് അയച്ചുവെന്നാണ് മൊഴി നൽകിയത്. എന്നാൽ ബാങ്ക് രേഖകളിൽ ഇത് കാണുന്നില്ല എന്ന് അന്വേഷണ സംഘം നൽകുന്ന വിവരം. തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനെ ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് DMOയ്ക്ക് ഉടൻ തന്നെ കത്ത് നൽകും. ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയിൽ അറിയിച്ച് അഫാനെ വീണ്ടും പുറത്തിറക്കാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതിയെ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഏറ്റുവാങ്ങിയ പാങ്ങോട് പോലീസ് രാത്രിയിലെ ചോദ്യം ചെയ്യലിന് ശേഷം വെള്ളിയാഴ്ച 4 മണിയോടെയാണ് അഫാൻ ആദ്യം കൊലപ്പെടുത്തിയ പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലും കൊലപാതകത്തിനു ശേഷം ആദ്യമെത്തിയ അഫാന്റെ പേരുമലയിലുള്ള വീട്ടിലുമെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്.
ഇവിടെ വെച്ചാണ് കൊലപാതക ഉദ്ദേശത്തോടെ മാതാവിനെ ക്രൂരമായി ആക്രമിക്കുകയും പെൺസുഹൃത്ത് ഫർസാന, അനുജൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തുകയും ചെയ്തത്. തെളിവെടുപ്പിനിടെ കട്ടൻ വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു. വൈകുന്നേരം 4 മണിക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ നേരത്താണ് കട്ടൻ വേണമെന്ന ആവശ്യം അഫാൻ പോലീസുകാരോട് പറഞ്ഞത്. 4 മണിക്ക് സ്ഥിരമായി കട്ടൻ കുടിക്കാറുണ്ടെന്നും ഇല്ലെങ്കിൽ തലവേദന എടുക്കുമെന്നാണ് പോലീസുകാരോട് പറഞ്ഞ കാര്യം. ഇതോടെ കട്ടൻ വാങ്ങാനായി പോലീസുകാരനെ നേരെ എതിർവശത്തുള്ള ചായക്കടയിലേക്ക് വിട്ടു. അവർ പറഞ്ഞതനുസരിച്ച് ചായയുമായി കടക്കാരും എത്തി. ഇതോടെ 4 മണിക്ക് തെളിവെടുപ്പ് എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും വൈകി ഇറങ്ങാൻ മാത്രമേ സാധിച്ചുള്ളൂ. പുറത്തേക്കിറങ്ങുമ്പോഴും മുഖത്ത് മറ്റു യാതൊരു ഭാവവ്യത്യാസങ്ങളും അഫാൻ ഉണ്ടായിരുന്നില്ല. പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ച സ്ഥലങ്ങളിലെല്ലാം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. സമീപത്തെ വീടുകളിലും മതിലിന് മുകളിലുമെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഏറ്റവും അതിശയകരമായ കാര്യം, പ്രതിക്ക് നേരെ കാര്യമായ പ്രതിഷേധമോ ജനരോഷമോ ഒന്നും ഉണ്ടായില്ല എന്നതാണ്. ഒരുപക്ഷെ നാട്ടിലും അയൽപക്കത്തുമെല്ലാം അഫാൻ ഉണ്ടായിരുന്ന ഒരു നല്ല കുട്ടി ഇമേജ് തന്നെ ആയിരുന്നിരിക്കാം ഇതിന് കാരണമെന്നും പറയേണ്ടി വരും. കൊലപാതക ദിവസം അവിടേക്കെത്തിയ ഫോക്കസ് ന്യൂസിനോടക്കം അഫാനെ പറ്റി നല്ലത് മാത്രമായിരുന്നു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പറയാനുണ്ടായിരുന്നത്. പലരും പ്രതിക്ക് ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യാനാകുമോ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലൊക്കെ ആയിരുന്നു. പേരുമലയിലെ തെളിവെടുപ്പിന് ശേഷം അഫാനെ വീണ്ടും പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇന്നലെ രാത്രിയിലും ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഇതിനുശേഷം കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഇന്ന്, അതായത് ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റും. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ആയ മഞ്ജുലാലിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇളയ മകന്റെ മരണവാർത്ത വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെ അതിജീവിച്ച ഷെമി, അതായത് അഫാന്റെ ഉമ്മ അറിഞ്ഞു എന്നതാണ്. വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വെച്ച് ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കളാണ് വിവരം അറിയിച്ചത്. എന്റെ മകൻ പോയല്ലേ എന്നായിരുന്നു ഷെമിയുടെ ആദ്യ പ്രതികരണം. മകന്റെ അരികിലെത്താൻ താനും ആത്മഹത്യ ചെയ്യുമെന്നാണ് അഫാന്റെ മാതാവ് പറയുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. സൈക്യാട്രി വിഭാഗം ഡോക്ടർമാരും മരണവാർത്ത അറിയിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു. ഒരു മരണത്തെക്കുറിച്ച് മാത്രമേ, അതായത് തന്റെ ഇളയ മകൻ മരിച്ചു എന്ന വാർത്ത മാത്രമേ ഷെമി അറിഞ്ഞിട്ടുള്ളൂ. മറ്റു വിവരങ്ങൾ അറിയിക്കാനാകുന്ന മാനസികാവസ്ഥയിൽ അല്ല ഷെമിയെന്ന് ഡോക്ടർമാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ ഇങ്ങനെ ചെയ്തത്. ഇളയ മകന്റെ കൂടെ പോകുമെന്നാണ് അവർ പറയുന്നതെന്നും ആത്മഹത്യക്ക് ശ്രമിച്ചേക്കുമെന്ന് ഭയക്കുന്നതായും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇളയ മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ ഇന്നലെ മുതൽ ഷെമിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്റെ പേരിൽ ഉണ്ടായിരുന്ന കാർ നഷ്ടമായതായി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞിരുന്നു. നെടുമങ്ങാട് രജിസ്ട്രേഷനുള്ള ഫോക്സ് വാഗൺ വാഹനമാണ് നഷ്ടമായത്. കാർ അഫാൻ പണയം വെച്ചതാകാമെന്നാണ് നിഗമനം. ഈ കാറിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ആര്യനാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ ഉവൈസ് ഖാൻ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ വക്കാലത്ത് ഒഴിഞ്ഞുവെന്നതാണ്. വ്യക്തിപരമായ കാരണങ്ങളാൽ വക്കാലത്ത് ഒഴിയുന്നതായി അറിയിച്ച് നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 മുൻപാകെയാണ് ഉവൈസ് ഖാൻ കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്. മറുവശത്ത് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന കാരണത്താൽ കനത്ത സുരക്ഷയിലാണ് അഫാനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. സെല്ലിന് പുറത്ത് 3 ഉദ്യോഗസ്ഥരെ 24 മണിക്കൂറും നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ബ്ലോക്കിൽ CCTV നിരീക്ഷണവും ഏർപ്പെടുത്തി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.